ഇന്ന് നമ്മൾ മുട്ട ബോണ്ടയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ സാധാരണ മുട്ട ബോണ്ട അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല മുട്ട ബോണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കണം. ഞാനിവിടെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. 1/4 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പൊടികളാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല. കുറച്ച് കട്ടിയുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളൊരു മാവാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 4ഓ 5ഓ മുട്ട നമുക്ക് ഈ ഒരു മാവിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഈ ഒരു മുട്ട നമുക്ക് പകുതിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ ഈ ഒരു മുട്ട ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു മാവിൽ മുട്ട നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന മാവ് ലൂസാവാൻ പാടില്ല. മുട്ട നന്നായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് മുട്ട ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് മാവ് തയ്യാറാക്കാം. ഇനി ഈ ഒരു മുട്ട നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ മുട്ടയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മസാല മുട്ട ബോണ്ടയാണ്. ഇനി നമുക്ക് ഈ ഒരു ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് പാനിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് ഒഴിവാക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനിവിടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബോണ്ടക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബോണ്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബോണ്ട ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയിൽ ബോണ്ട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല എഗ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.